ഗായ്സ്, നമുക്കിന്നൊരു കോമ്പാറ്റബിൾ ഫോണിനെ പറ്റി സംസാരിച്ചാലോ. വിവോ X200 FE നല്ല പ്രതീക്ഷകളോടുകൂടി ഇറങ്ങിയിരിക്കുന്ന ഒരു ഫോണാണ്. സോ നമ്മുടെ പ്രതീക്ഷകൾക്ക് ഒപ്പം അത് എത്തിയിട്ടുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. 3 കളർ വേരിയന്റിലാണ്: ആംബർ യെല്ലോ, പോസ്റ്റ് ബ്ലൂ ആൻഡ് ലെസ് ഗ്രേ. ലെസ് ഗ്രേ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രീമിയം ടച്ച് ഉണ്ടല്ലേ. 2 വേരിയന്റിലാണ് ഉള്ളത്. ബേസ് വേരിയന്റ് വന്നിട്ട് 54,999 രൂപയാണ്. അത് കഴിഞ്ഞിട്ടുള്ളത് വന്നിട്ട് 59,999 ആണ്. ഡിസൈനെ പറ്റി പറയുകയാണെങ്കിൽ ഫ്രെയിം വന്നിട്ട് അലുമിനിയം ഫ്രെയിം ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതും മിലിറ്ററി ഗ്രേഡ് ഡ്രോപ്പ് റെസിസ്റ്റൻസ്. സോ ഫോണ് ചന്നം പിന്നം വീണെന്നും പറഞ്ഞൊന്നും സംഭവിക്കില്ലെന്നാണ് കമ്പനിക്കാർ പറയുന്നത്. പക്ഷെ ഇതൊക്കെ ഒരു ലിമിറ്റ് വരെ മാത്രമേ പ്രൊട്ടക്ഷൻ നൽകത്തുള്ളൂ. ഇനി എന്തെങ്കിലും പറ്റിയ നിങ്ങൾ പൈസ കൊടുത്ത് ശരിയാക്കേണ്ടി വരും. സോ പരീക്ഷിക്കാൻ പോവരുത്. ഇതിന്റെ വെയിറ്റ് വന്നിട്ട് 186 ഗ്രാം ആണ്. അതുപോലെ തിക്നെസ് 7.99 mm ആണ്. ഡിസ്പ്ലേയുടെ കാര്യം വരുമ്പോൾ 6.31 അമോലെഡ് ഡിസ്പ്ലേ ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ സൈസിന്റെ മാസ്റ്റർ കളർ ഡിസ്പ്ലേ ആണ്. സോ അതിന്റെ കാര്യത്തിൽ ഒന്നും നോക്കണ്ട, നല്ല കിടിലൻ ഡിസ്പ്ലേ തന്നെയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പീക്ക് ബ്രൈറ്റ്നസ് വന്നിട്ട് 5000 നിറ്റ്സ് ആണ്. സോ ഡയറക്റ്റ് സൺലൈറ്റിൽ പോകുമ്പോൾ ഇത് നിങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാണ്ട്. IP റേറ്റിംഗിന്റെ കാര്യം പറയുമ്പോൾ IP68ഉം 69ഉം റേറ്റഡ് ആണ്. സോ മഴയും കാറ്റുമൊന്നും നിങ്ങൾക്ക് പേടിക്കണ്ട. ഡോൾബി വിഷനും HDR10ഉം അവൈലബിൾ ആണ്. പ്രത്യേകിച്ച് നെറ്റ്ഫ്ലിക്സിലും അവൈലബിൾ ആണ്. കാരണം ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നിറയെ ഫോണുകൾ ഇന്ന് വിപണിയിലുണ്ട് എങ്കിലും നെറ്റ്ഫ്ലിക്സ് ചെയ്ത് കിട്ടാൻ ഇച്ചിരി പാടാണ്. സ്പീക്കേഴ്സിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കുഴപ്പമില്ലാത്ത സൗണ്ട് ക്വാളിറ്റി തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രോസസ്സർ MediaTek Dimensity 9300ന്റെ ചിപ്സെറ്റ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. കുഴപ്പമില്ലാത്ത ഒരു ചിപ്സെറ്റ് തന്നെയാണ്, പക്ഷെ കുറച്ചും കൂടെ അപ്ഗ്രേഡ് ചെയ്യാമായിരുന്നു എന്നൊരു അഭിപ്രായവും എനിക്കുണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം വന്നിട്ട് Android 15 വിത്ത് ഫൺ ടച്ച് OS 15 ആണ് ഇപ്പോൾ നിലവിലുള്ളത്. യുടെ കാര്യം പറയുകയാണെങ്കിൽ നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് തന്നെയാണ് ഫൺ ടച്ച് തരാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇതിന്റെ അപ്ഡേറ്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 4 വർഷത്തെ സെക്യൂരിറ്റി പാച്ചും ആണ് കിട്ടുന്നത്. ഇതിന്റെ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലില് നല്ലൊരു ഹാൻഡി ആയിട്ടുള്ള കിഡിലൻ ഫോൺ എന്ന് തന്നെ നമുക്ക് പറയാം. സാധാരണ ഫോണുകളിൽ കിട്ടുന്ന പോലത്തെ ഫീച്ചേഴ്സ് ഇപ്പൊ ഇതിലും അവൈലബിൾ ആണ്. സ്മാർട്ട് കോൾ അസിസ്റ്റൻസും ട്രാൻസ്ലേറ്ററും സമ്മറൈസറും ക്യാപ്ഷൻ ജനറേറ്ററും ഒക്കെ ഇതിലും അവൈലബിൾ ആണ്. ഇനി നമ്മൾ ഗാലറിയിലാണ് നോക്കുന്നെങ്കിൽ ഇതിൽ എടുത്തു പറയാനുള്ള ഒരു AI ഫീച്ചർ ഉണ്ട്. AI മാജിക് മൂവ് എന്ന് സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങളൊരു ഫോട്ടോ എടുത്താൽ അതിൽ ഏതൊരു ഒബ്ജക്റ്റിനെ മാറ്റി പ്ലേസ് ചെയ്യാൻ സാധിക്കും. AI ഫോട്ടോ എൻഹാൻസറും AI റിഫ്ലക്ഷൻ റിമൂവറും ഒക്കെ ഇതിനും അവൈലബിൾ ആണ്. സ്റ്റോറേജ് LPDDR5Xന്റെ 16ഉം 12ഉം GB റാം ആണ് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്റേണൽ സ്റ്റോറേജ് വന്നിട്ട് UFS 3.1ന്റെ സ്റ്റോറേജ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതും എനിക്ക് ഇച്ചിരി പിറകിലോട്ട് തോന്നി. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ച് വരുന്ന ഫോണുകൾക്ക് UFS 4.0 ഒക്കെ കൊടുക്കാമായിരുന്നു. പക്ഷെ 3.1 ആണ് എങ്കിലും ഇപ്പോൾ യാതൊരു ലാഗോ അങ്ങനെ യാതൊരു ബുദ്ധിമുട്ടും അതുകൊണ്ട് ഇപ്പോൾ നിലവിൽ ഇല്ല. പക്ഷെ ഒരു ലോങ് ടേം യൂസ് ആവുമ്പോഴത്തേക്കും അത് അഫക്റ്റ് ചെയ്തുകൂടായിക ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ക്യാമറ ഡബിൾ സെറ്റപ്പ് ക്യാമറയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 50 MB മെയിൻ ലെൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് സോണി IMX921ന്റെ OIS കൂടിയുള്ള ലെൻസ് ആണ് യൂസ് ചെയ്തത്. OIS എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ ഷെയ്ക്ക് ആവുമ്പോൾ അത് ബ്ലർ ആവുന്ന ഒരു കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന സിസ്റ്റം ആണ് OIS. രണ്ടാമത്തെ ലെൻസ് വന്നിട്ട് 50 MB തന്നെ ടെലിഫോട്ടോ, അതും സോണി IMX882ന്റെ ലെൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ ലെൻസ് വന്നിട്ട് 8 MB അൾട്രാ വൈഡ് ലെൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. സെൽഫി ക്യാമും വന്നിട്ട് 50 MB ലെൻസ് ആണ്. ഈ പറഞ്ഞ 3 50 MB ലെൻസിലും നമുക്ക് 4K വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഫോട്ടോ ക്വാളിറ്റിയുടെ കാര്യം പറയുമ്പോൾ ഇൻഡോണിന്റെ കാര്യം പറയുകയാണെങ്കിൽ അല്പം ടച്ചപ്പ് ചെയ്ത ഒരു ഫോട്ടോ ആണ് നമുക്ക് കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ അതൊരു മോശം ഫോട്ടോ എന്നല്ല, കാണുമ്പോൾ നമുക്ക് എന്താ ഒരു ഹാപ്പിനെസ് കിട്ടുന്ന ഫോട്ടോ, നമ്മളെ കുറച്ച് ഭംഗിയാക്കി തരുന്ന ഫോട്ടോസ് തന്നെയാണ്
വിവോ നമുക്ക് തരുന്നത്. ഒരു വാം ടോൺ ആണ് ഇതിൽ കൂടി നിൽക്കുന്നത്. ഇതുപോലെ 2x വരുമ്പോൾ ഡീറ്റെയിലിംഗ് അല്പം കുറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ അൾട്രാസൂമിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും ഒരു 10 to 30x വരെ നമുക്ക് നല്ല ഒരു ക്വാളിറ്റി ഫോട്ടോസ് കിട്ടും. കുഴപ്പമില്ലാത്ത രീതിക്കുള്ള ക്വാളിറ്റി ഫോട്ടോസ് കിട്ടും. അത് കഴിയുമ്പോഴത്തേക്കും ക്വാളിറ്റീനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ക്യാമറയിൽ എടുത്തു പറയാനുള്ളതാണ്, നമ്മൾ സ്വൈപ്പ് അപ്പ് ചെയ്യുമ്പോഴത്തേക്കും സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി മോഡ് ഓൺ ആവും. സോ നമുക്ക് അതിൽ കുറെ ഫിൽറ്റേഴ്സ് ഒക്കെ അൺലോക്ക് ആവും. അത് മാത്രമല്ല, നമ്മളിപ്പോ ചാടുന്നതും ഓടുന്ന ഫോട്ടോസ് ഒക്കെ വളരെ വേഗത്തിൽ ഫോട്ടോ എടുത്ത് പ്രോസസ് ചെയ്ത് നമുക്ക് കിട്ടും. സോ നമുക്ക് ആ ഒരു മൊമെന്റ് നല്ലവണ്ണം ക്യാപ്ചർ ചെയ്യാൻ ആ ഒരു സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി വളരെ ഹെൽപ്പാണ്. ബാറ്ററി, ഇതാണ് ഈ ഫോണില് ഒരു 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 കിടക്കാച്ചി സാധനം. കോമ്പാക്ട് ഫോണിൽ ഒരു 6500 mAh ബാറ്ററിയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ബാറ്ററി ലൈഫ് കൂടുന്തോറും ഫോണിന്റെ സൈസും വെയിറ്റും കൂടുന്ന സമയത്ത് ഒരു കോമ്പാക്ട് ഫോണിൽ, അതും വെറും 186 ഗ്രാം വെയിറ്റ് ഉള്ള ഒരു ഫോണിൽ 6500 mAh ബാറ്ററി എന്ന് പറയുന്നത് വളരെ വളരെ നല്ലൊരു കാര്യമാണ്. 90 വാട്ടിന്റെ ഫ്ലാഷ് ചാർജറോട് കൂടിയാണ് നമുക്ക് കിട്ടുന്നത്. ബാറ്ററി ലൈഫിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 12 തൊട്ട് 15 മണിക്കൂർ വരെ എന്തായാലും കിട്ടും. ഇനി നിങ്ങളൊരു നോർമൽ യൂസർ ആണെങ്കിൽ ഒരു ദിവസം എന്തായാലും കിട്ടും. ഗെയിമിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ BGMing, കോൾ ഓഫ് ഡ്യൂട്ടി ഒക്കെ വളരെ നല്ലോണം കളിക്കാം. 120 FPS നമുക്ക് കളിക്കാൻ പറ്റും. അതിലൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഓവറോൾ റിവ്യൂ വന്നിട്ട് ഒരു കോമ്പാക്ട് ഫോണിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആവശ്യം അതൊക്കെ വിവോ X200 FE നിങ്ങൾക്ക് തരുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ട ഒരു പെർഫോമൻസ്, നിങ്ങൾക്ക് വേണ്ട ഒരു ക്യാമറ, പിന്നെ ഏറ്റവും അത്യാവശ്യമായി കോമ്പാക്ട് ഫോണുകളിൽ വേണ്ട ബാറ്ററി ലൈഫ്. സോ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ.